ഓൾ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പിന് പോവാണ്. ഒരു 6 hours ജേണിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സെറ്റായി. നമ്മൾ എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പാക്കിംഗ് എന്ന് പറയാൻ അത്യാവശ്യം കാര്യങ്ങൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 2 days ട്രിപ്പാണ്. അപ്പോൾ എല്ലാം സംഭവങ്ങൾ, കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ആളിവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുക. ഇപ്പോൾ ഇവിടെ സമയം ഒരു 3:30 നമ്മൾ ഒരു 6 hours എന്ന് പറയുമ്പോൾ എന്നാലും ഒരു രാത്രി 10 മണിയാവുമായിരിക്കും ഇവിടെ എത്തുമ്പോൾ. നമ്മൾ പോകുന്ന വഴികളും അവിടുത്തെ കാഴ്ചകളും നമ്മൾ എന്തിനാണ് പോകുന്നതെന്നും എല്ലാം ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. Open up a bottle and baby you can have whatever you want. You taste so sweet. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ നിർത്തി വെക്കുക. കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം സമയം എത്രയായി? 9:30. നമ്മൾ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കെങ്കിലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇപ്പം ചെറിയൊരു തണുപ്പൊക്കെ ആയി. ഇവിടെ എത്തി. Whisper in the air, humming softly to the leaving. I see a flame inside me, shining on the streets of mine. My soul was weakening. I found you. My world's now complete. I thought it was impossible, but that's how things were to me. I love you. And it's not some reverie. I'll lay down in your arms, and there's where I wanna be. നമ്മള് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വെള്ളം വന്നോ? ആള് വണ്ടിക്കകത്തൊക്കെ വെള്ളം ഒഴിക്കണം, എല്ലാം സെറ്റാക്കുന്നു. നമ്മൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇതാണ് എൻ്റെ കുഞ്ഞുമ്മ, എൻ്റെ അമ്മയുടെ അനിയത്തി. അപ്പോൾ നമ്മൾ ഇവിടെ വരാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ. നമ്മൾ എന്തിനാണ് ആഷ്ഫോർഡ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ വന്നത് നമ്മുടെ കുഞ്ഞ് ബേബീനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കസിനായിട്ടുള്ള ചിന്നുവിന് ഒരു കുഞ്ഞ് ബേബി ഉണ്ടായി. സോ നമ്മൾ അവളെ ഫസ്റ്റ് ടൈം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ജനിച്ചൊരു 2 weeks ആയിട്ടേ ഉള്ളൂ. പിന്നെ അവൾക്കൊരു മൂത്ത കുട്ടിയും കൊണ്ട് അവളാണ് ഈ കാണുന്ന കുഞ്ഞു കുരിപ്പ്. അപ്പോൾ ഇന്നിവിടെ ഭയങ്കര ബഹളവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കൂടിയേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കളിയും ചിരിയെല്ലാം കഴിഞ്ഞൊരു കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് അവൾ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിവിദഗ്ധമായ അവൾ മൂത്ത കുട്ടിയുടെ മുമ്പിൽ നിന്ന് ചോക്ലേറ്റ് മാറ്റുന്നൊരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യൽ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ മുളക് ബജിയും പിന്നെ നല്ല സൂപ്പർ പഴംപൊരിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കലാപരിപാടികളാണ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചത്. അപ്പോൾ ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നത്. അങ്ങനെ വൈകിട്ടത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണുങ്ങൾ രണ്ടുപേരും കൂടി ഗാർഡനിലേക്ക് ഇറങ്ങി. അപ്പോൾ ഗാർഡനിലൊരു ഗാർഡൻ ബെഡ് സെറ്റപ്പ് എന്നുള്ളൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഗാർഡൻ ബെഡിനകത്ത് കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കുറേ വിത്തുകളും ഈ ചീര, ബീട്രൂട്ട് അങ്ങനെ കുറേ പച്ചക്കറിയുടെ വിത്തുകളും അങ്ങനെയെല്ലാം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ഐഡിയ ആയിരുന്നത് ഗാർഡൻ ബെഡ്. Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every seed's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, I will go. Sight each sound, memory keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey